ഹലോ, ഇറ്റ്സ് മീ സുല്ലു. അപ്പോൾ അതെ രാവിലത്തെ ഇളം വെയിലൊക്കെ കൊണ്ട് ചായ കുടിക്കുകയാണ്. ഉമ്മയുടെ അടുത്ത് പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടി പോവാം. കാതാറിനെ ഇറക്കണം, കോഴി ഇറക്കി വിടട്ടെ. അങ്ങനെ കാതാറിനെ ഇറക്കിത്തേ താഴെ വന്ന് പുട്ടിനുള്ള തേങ്ങ തീരുമാനം. പുട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം കേട്ടോ, അതും ചിരട്ടപ്പുട്ട്. എനിക്ക് നീളത്തിലുള്ള പുട്ട് ഇഷ്ടമല്ല. പണ്ടൊക്കെ തിന്നുമായിരുന്നു, ഇപ്പോൾ പക്ഷേ കഴിക്കത്തില്ല. ഇങ്ങനെയൊന്നും രാവിലെ ആർക്കും ഇവിടെ വേണ്ടായിരുന്നൊന്നും. ചില സമയത്ത് അവർ കഴിച്ചുകൊണ്ടേ പോകത്തുള്ളൂ, ചില സമയത്ത് അവർ കഴിക്കാതെയും പോകും. അങ്ങനെ എനിക്കും ഉമ്മയ്ക്കും മാത്രം മതിയായിരുന്നു ഇന്ന് പുട്ട്. അങ്ങനെ അടുത്ത പുട്ടും ആവി കയറ്റാൻ വേണ്ടി വെച്ച്. 2 കുറ്റി പുട്ടേ ഉണ്ടാക്കുന്നുള്ളൂ, ഒന്ന് കുഞ്ഞിനും ഒന്ന് എനിക്കും. അപ്പോൾ കുഞ്ഞിന് ഉമ്മി വാരി കൊടുത്തോളും, അത് എപ്പോഴും അങ്ങനെ ഉമ്മി അവനും കൂടെ കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ നിന്ന് അവർ രണ്ടിനും കൂടെ അങ്ങ് കഴിച്ചോളൂ. വേറെ കുറ്റി എനിക്കും. എനിക്കൊരു കുറ്റി പുട്ട് വേണം, ഇല്ലെങ്കിൽ എനിക്ക് നല്ല വിശപ്പാണ്. അങ്ങനെ പുട്ട് റെഡിയാക്കി ഇതേ കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ചെന്നപ്പോൾ അവൻ ഫോൺ കളിക്കുന്നു. ഇന്നപ്പുറത്ത് കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ്റെ മുഖം കണ്ടാലേ അറിയാം അതിൻ്റെ വിഷമം ഉണ്ടെന്ന്. അവരൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ അതിനെ വിളിച്ചുകൊണ്ട് ഞാൻ തേണ്ടേ അടുക്കള ചെന്നപ്പോൾ ഉമ്മയാണെങ്കിൽ ദോശ ചുടുന്നു. ദോശ ചുടുക, ഇങ്ങോട്ട് നോക്കിയേ. പുട്ടും ഇന്നലത്തെ മീൻകറി. പിറ്റേ ദിവസം പുട്ടാണെങ്കിൽ ഞാൻ കുറച്ച് മീൻകറി ഇട്ട് മാറ്റി. എനിക്ക് പുട്ടും മീൻകറി ഭയങ്കര ഇഷ്ടം. അങ്ങനെ കഴിച്ച് കഴിഞ്ഞതേ കൈയോടെ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെക്കും. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പുറത്തോട്ടും പോകണം. മേടിച്ച തുണി ഇതുവരെ തയ്ച്ചിട്ടില്ല. സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് പല കടകളിലും അത് തയ്ക്കത്തില്ലെന്നും പറഞ്ഞ് തിരിച്ചു തന്നു. അങ്ങനെ അത് തയ്ക്കാൻ പോകണം. അങ്ങനെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അരിയുന്ന ധൃതിക്ക് ബീട്രൂട്ടിന് കട്ടി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ സവാള അരിയാനും ഞാൻ മറന്നുപോയി. ലാസ്റ്റാണ് സവാള ചേർത്തത്. അങ്ങനെ പെട്ടെന്ന് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്കുള്ള എല്ലാം അരിഞ്ഞ് വെച്ച് കൊടുത്ത് മെഴുക്കുവരട്ടി കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇങ്ങോട്ട് ഇനി എന്ത് ചെയ്യുക? ഇനി എന്താ പരിപാടി? അപ്പോൾ ഞാൻ തുണി തയ്ക്കാൻ വേണ്ടി പോവാം. കല്യാണത്തിന് വേണ്ടി തുണി എടുത്തിട്ട് ഞാൻ ഇതുവരെ തുണി തയ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പം തുണി തയ്ക്കട്ടെ. പോയി തുണി തയ്ച്ചിട്ട് വരാം. ഐസോ? ഐസോന് ഞാൻ മിഠായി മേടിച്ചിട്ട് വന്നാൽ മതിയോ? അങ്ങനെ തുണി ഒരാളെ ഏറ്റിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമ്മ ആണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരത്തില്ല, നാണോ കേട്ടോ. ഹലോ 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 ഹലോ, ഇതോ ഇതൊക്കെ ആ വീട്ടിലെ കുറച്ച് അന്തേവാസികളാണ് കേട്ടോ. ഇതായിമു, അത് ആമി. കുഞ്ഞുമ്മയുടെ ജീവനായി പൂജകൾ. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ആമിയുടെ കുളിസി. അവരുടെ എല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കുളിസീനം കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോവാം. അവിടെ ആണെങ്കിൽ ഐസ് ആണെങ്കിൽ ഒരു മിഠായി നോക്കിയിരിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മിഠായി മേടിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ മിഠായി നോക്കിയപ്പോൾ വെയിറ്റ് ചെയ്തും കണ്ടിരിക്കുക. അപ്പോൾ ശരി, വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മിഠായി ഒന്നും മേടിച്ചു കൊടുത്തൊന്നുമില്ല. ആൾക്ക് എപ്പോഴും അങ്ങനെ മിഠായി കൊടുക്കുന്ന ശരിയല്ല. അങ്ങനെ അവലും നനച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.